ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. കായാമ്പൂമേനിയെ ഉൾക്കാമ്പിൽ കണ്ടപ്പോൾ കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും, കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും. ഉൾക്കണ്ണ കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി, കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി. മാടുകളാകുന്ന മർത്യന്റെ മാനസം, മാടുകളാകുന്ന മർത്യന്റെ മാനസം കാനനമാണെന്നു കണ്ടിടുന്നു. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ മാനസക്കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസശോഭയിൽ വാഴും കണ്ണൻ, മാനസക്കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസശോഭയിൽ വാഴും കണ്ണൻ. അന്ധതയാകുന്ന അന്ധകാരം നീക്കി, അന്ധതയാകുന്ന അന്ധകാരം നീക്കി അന്തരംഗേ കളിയാടും കണ്ണൻ. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ അന്ത്യയുഗത്തിലെ സത്യത്തെ ആത്മാവിൽ ബോധ്യപ്പെടുത്തുവാൻ വന്നുദിച്ചു, അന്ത്യയുഗത്തിലെ സത്യത്തെ ആത്മാവിൽ ബോധ്യപ്പെടുത്തുവാൻ വന്നുദിച്ചു. ബോധമുണ്ടാകുമ്പോൾ ഭേദബുദ്ധി പോയി, ബോധമുണ്ടാകുമ്പോൾ ഭേദബുദ്ധി പോയി ഏകോപിച്ചാനന്ദമായി വാഴാം. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ അഖിലാണ്ട തേജസായി അങ്ങയെ കാണുവാൻ അനുവാദം നൽകണേ സർവേശ്വര, അനുവാദം നൽകണേ സർവേശ്വര. ഏകമായി നിന്നൊരു ബോധം തന്നാകുന്നു സൃഷ്ടിയായി വന്നതെന്നറിയിച്ചു
അറിയിച്ചു നീ. സൃഷ്ടിയിൽ ബോധത്തെ ഓടി വമിപ്പിക്കാൻ അവതാരമായി വന്ന തമ്പുരാനേ, അവതാരമായി വന്ന തമ്പുരാനേ. അവതാരമറിയിക്കുന്ന അറിവു ഗ്രഹിക്കുമ്പോൾ അവതാരം ബോധമായി നിൽക്കുന്നുണ്ട്. അവതാരം ബോധമായി നിൽക്കുന്നുണ്ട്. ബോധസ്വരൂപനം കണ്ണുടെ വാഴ്ചയാൽ ഈ ലോക സൃഷ്ടികൾ അറിയുന്നുണ്ട്. ഈ ലോക സൃഷ്ടികൾ അറിയുന്നുണ്ട്. സൃഷ്ടിയിൽ വാഴ്വതും സൃഷ്ടിയിലാനന്ദം ദാനം ചെയ്യുന്നതും ബോധം തന്നെ. സൃഷ്ടിയിൽ വാഴ്വതും സൃഷ്ടിയിലാനന്ദം ദാനം ചെയ്യുന്നതും ബോധം തന്നെ. ദാനം ചെയ്യുന്നതും ബോധം തന്നെ. ആത്മാവായി വാഴുന്ന ബോധസ്വരൂപനെ അവതാരമായി കണ്ടതത്ര ഭാഗ്യം. ആത്മാവായി വാഴുന്ന ബോധസ്വരൂപനെ അവതാരമായി കണ്ടതത്ര ഭാഗ്യം. അവതാരമായി കണ്ടതത്ര ഭാഗ്യം. അവതാരമീ ലോകെ വന്നതു തന്നാണ് ആത്മലോകത്തിൻ്റെ പരമാനന്ദം. അവതാരമീ ലോകെ വന്നതു തന്നാണ് ആത്മലോകത്തിൻ്റെ പരമാനന്ദം. ആത്മലോകത്തിൻ്റെ പരമാനന്ദം. അഖിലാണ്ട തേജസായി അങ്ങയെ കാണുവാൻ അനുവാദം നൽകണേ സർവേശ്വര. അനുവാദം നൽകണേ സർവേശ്വര. അനുവാദം നൽകണേ സർവേശ്വര. തിരുവവതാരസുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാരസുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക്. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്.
ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. പൂരമായി വന്നല്ലോ പൂർണ്ണത ഓതിത്തന്നല്ലോ. പൂരമായി വന്നല്ലോ പൂർണ്ണതയോദിത്തന്നല്ലോ. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം നിയമത്തിൽ പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ. ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ. നാദമായതു വേദമായതു നാദമായതു വേദമായതും ബോധമായതും ഏകനാഥൻ താൻ. ബോധമായതും ഏകനാഥൻ താൻ. ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ. ക്രിസ്തുവായതു കൃഷ്ണനായതു ക്രിസ്തുവായതു കൃഷ്ണനായതു ബുദ്ധനായതു ഏകനാഥൻ താൻ. ബുദ്ധനായതു ഏകനാഥൻ താൻ. ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ. ആദിവേദത്തിൽ കാതലായതു ആദിവേദത്തിൽ കാതലായതു ആത്മരൂപമായി വന്നുദിച്ചതും ആത്മരൂപമായി വന്നുദിച്ചതും. ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ.
ലോകത്തിൻ്റെ അറിവായി വന്നതും ആത്മലോകത്തിലേക്ക് അറിവായി വന്നതും പല നാമങ്ങളായി അവതരിച്ചതും പല നാമങ്ങളായി അവതരിച്ചതും ആദി ബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ കോട്ടിക്കുമാറായല്ലോ നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി സ്തുതിച്ചിടുന്നേ നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി സ്തുതിച്ചിടുന്നേ ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട് ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട് നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമസ്തുതിച്ചിടും ഞാൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമസ്തുതിച്ചിടും ഞാൻ രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയും കിട്ടി രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയും കിട്ടി നാമസങ്കീർത്തനം വന്നു
വന്നൊതിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ ദൈവമിരിക്കുന്നൊരിടമറിയുന്നത് അന്തരാത്മാവൊന്നു മാത്രം ദൈവമിരിക്കുന്നൊരിടമറിയുന്നത് അന്തരാത്മാവൊന്നു മാത്രം ദൈവമവതരിപ്പതുമറിയുന്നതാത്മാവതൊന്നിനു മാത്രം ദൈവമവതരിപ്പതുമറിയുന്നതാത്മാവതൊന്നിനു മാത്രം സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ ആരാധനാരൂപം നിത്യസമ്പത്തായി ലസിക്കുന്നു ഉള്ളിൽ തെളിയുന്നൊരാരാധനാരൂപം നിത്യസമ്പത്തായി ലസിക്കുന്നു ദുഃഖം വളർത്തിടും ലോക സമ്പത്താകെ ത്യജിച്ചിട്ടു മുക്തി നേടൂ ദുഃഖം വളർത്തിടും ലോക സമ്പത്താകെ ത്യജിച്ചിട്ടു മുക്തി നേടൂ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ
തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ? സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ? തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ? ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട്, സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ. ശുഭാനന്ദം ആത്മബോധോദയം, ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. ജാതിയുമില്ല മതവുമില്ല, സ്ത്രീ പുരുഷഭേദം ലേശമില്ല. സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ. സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ. പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഘമാണിത്. പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഘമാണിത്. ശുഭാനന്ദം ആത്മബോധോദയം, ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ. തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ. ആദിപരാപരൻ ആരിലും വാഴുന്ന, ആദിപരാപരൻ ആരിലും വാഴുന്ന ആരാധ്യരൂപനായി വാഴുന്നു താൻ, ആരാധ്യരൂപനായി വാഴുന്നു. ശുഭാനന്ദം ആത്മബോധോദയം, ശുഭാനന്ദം ആത്മബോധോദയം. അറിവാകുന്ന അഖിലേശൻ അകതാരിൽ വാഴുമ്പോൾ, അറിവാകുന്ന അഖിലേശൻ അകതാരിൽ
അറിവാകുന്ന അഖിലേശൻ അകതാരിൽ വാഴുമ്പോൾ അറിവാകുന്ന അഖിലേശൻ അളവില്ലാത്ത ആനന്ദം കണ്ടെത്തുന്നു അറിവാകുന്ന അഖിലേശൻ അകതാരിൽ വാഴുമ്പോൾ അളവില്ലാത്ത ആനന്ദം കണ്ടെത്തുന്നു ഈ ലോക കർമ്മങ്ങൾ ചെയ്യുന്ന മർത്യരിൽ ഈ ലോക കർമ്മങ്ങൾ ചെയ്യുന്ന മർത്യരിൽ അറിവേകാൻ നിയമങ്ങൾ ദാനം ചെയ്തു ഈ ലോക കർമ്മങ്ങൾ ചെയ്യുന്ന മർത്യരിൽ അറിവേകാൻ നിയമങ്ങൾ ദാനം ചെയ്തു അറിവജ്ഞൻ നിയമിച്ച നിയമങ്ങൾ പാലിച്ചാൽ അറിവജ്ഞൻ നിയമിച്ച നിയമങ്ങൾ പാലിച്ചാൽ അറിവുള്ളിലാകുന്നു ആനന്ദിക്കാം അറിവജ്ഞൻ നിയമിച്ച നിയമങ്ങൾ പാലിച്ചാൽ അറിവുള്ളിലാകുന്നു ആനന്ദിക്കാം ആനന്ദിക്കാം എന്നും ആനന്ദിക്കാം അറിവാകും ഗുരുവോടൊത്താനന്ദിക്കാം ആനന്ദിക്കാം എന്നും ആനന്ദിക്കാം അറിവാകും ഗുരുവോടൊത്താനന്ദിക്കാം സർവശക്തിയുടെ ഉന്നതമായ കാരുണ്യം മഹാകാരുണ്യം അതാണ് നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതം. കാരണം നിങ്ങൾ പലരും ചിന്തിക്കുമ്പോ 3 മാസം ഇങ്ങനെയൊക്കെ കരുതി ഇങ്ങനെയൊക്കെ നിർബന്ധമായി ജീവിതം ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അറിവുള്ളവരാരും ചിന്തിക്കുകയില്ല, അല്ലാതെ അല്പബുദ്ധികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ ലോക കർമാദികളിൽ മുഴുകി ജീവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് അറിവിനെ എത്തിക്കുവാനാണ് ഈ നിയമമൊക്കെ തന്നിരിക്കുന്നത്. അറിവുള്ളവരത് മനസ്സിലാക്കുകയും കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുകയും ചെയ്യും. എന്താണ് അതിന് കാരണം? ഞാൻ ആ നേർച്ച സ്വീകരണത്തിന് മുമ്പ് പാടിയ ആ കീർത്തനം പോലെ സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. കൃത്യമായി ബോധ്യമുള്ള എത്ര പേര് കൂട്ടത്തിലുണ്ട്? കൈ ഉയർത്തി കണ്ടാൽ കൊള്ളാം. സർവശക്തി ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന് എന്തിനു വേണ്ടി വന്നു? മർത്യകുലങ്ങളെ ആകമാനം രക്ഷിക്കുവാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പൊ രക്ഷയ്ക്കുള്ള വഴികൾ ഈ യുഗത്തിന്റെ
ആ വിധി അനുസരിച്ച് രക്ഷയ്ക്കുള്ള വഴികൾ ഈ യുഗത്തിന്റെ വിധി അനുസരിച്ച് താൻ തന്നെ തന്നോട് ആലോചിച്ച് താൻ തന്നെ രൂപപ്പെടുത്തി താൻ തന്നെ തന്നോട് ആലോചിച്ച് താൻ തന്നെ രൂപപ്പെടുത്തി ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മാനവകുലങ്ങൾക്ക് അനുഷ്ഠിക്കുവാൻ തക്ക വിധത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മാനവകുലങ്ങൾക്ക് അനുഷ്ഠിക്കുവാൻ തക്ക വിധത്തിൽ ഇതിനെ ലളിതവൽക്കരിച്ച് അനുവദിച്ചു തന്നതാണ് മഹാകാരുണ്യം. ഇതിനെ ലളിതവൽക്കരിച്ച് അനുവദിച്ചു തന്നതാണ് മഹാകാരുണ്യം. അപ്പോൾ അത് അനുഷ്ഠിക്കുമ്പോൾ അപ്പോൾ അത് അനുഷ്ഠിക്കുമ്പോൾ അറിവാകുന്ന ഗുരുവിനാൽ അവതരിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് അറിവാകുന്ന ഗുരുവിനാൽ അവതരിപ്പിക്കപ്പെട്ടതായി ഇത് അനുഷ്ഠിക്കുന്നവരിൽ ഈ അറിവാകുന്ന ഗുരുവിന്റെ അധിവാസം ഉണ്ടാവുകയാണ്. അനുഷ്ഠിക്കുന്നതിൽ ഈ അറിവാകുന്ന ഗുരുവിന്റെ അധിവാസം ഉണ്ടാവുകയാണ്. ആ പ്രകാശം ഉപയോഗിച്ച് ലോകത്തിൽ പല കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ പ്രകാശം ഉപയോഗിച്ച് ലോകത്തിൽ പല കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ആ നിർവഹിക്കപ്പെടുന്ന കാര്യത്തിന്റെ പൂർത്തീകരണത്തിൽ ആ പ്രകാശം ഉൾപ്പെടുന്നത് പോലെ കാര്യത്തിന്റെ പൂർത്തീകരണത്തിൽ ആ പ്രകാശം ഉൾപ്പെടുന്നത് പോലെ അത് ഇപ്പോൾ ശാസ്ത്രമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുറച്ച് മുതിർന്ന ആളുകൾക്കും ഒക്കെ പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശാസ്ത്രമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്ന ആളുകൾക്കും ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം സൂര്യനാണല്ലോ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രകാശം. സൂര്യനാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം. ഊർജ്ജ സ്രോതസ് അതാണ്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു എന്നാണ് നമ്മൾ സൂര്യന്റെ പ്രകാശം എവിടെ നിന്നുണ്ടായി എന്നും സൂര്യന്റെ പ്രകാശം എവിടെ നിന്നുണ്ടായി അത് എങ്ങനെ ഉണ്ടായി എന്നും ജന്മാന്തരജ്ഞാനോപദേശം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. എങ്കിലും ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാവുന്ന സ്വയം പ്രകാശ ബിംബമാണ് സൂര്യബിംബം. ആ സൂര്യബിംബത്തിന്റെ പ്രകാശത്തിലാണ് ഈ ലോകം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 10-35 വയസ്സൊക്കെ കഴിയുമ്പോ മിക്കവാറും ആളുകൾക്ക് പെട്ടെന്നൊരു ക്ഷീണം ഉണ്ടാവുക, ശരീരത്തിനൊക്കെ ഒരു തളർച്ച ഉണ്ടാവുക, അസ്ഥികൾക്കൊക്കെ വേദന ഉണ്ടാവുക, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ ഇങ്ങനെ ചാഞ്ചാടി പോകുന്ന പോലെ തോന്നിക്കുക. ഭൂരിപക്ഷം ആളുകൾക്കുള്ള അസുഖമാണിത്. ഇത് പലരും വന്ന് ഇവിടെ പറയുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് അറിഞ്ഞിരിക്കുന്നത്. അപ്പോ അത് വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണും. അപ്പൊ അദ്ദേഹം പറയും നിങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ കുറവാണ്. വിറ്റാമിൻ ഡി എവിടെ നിന്ന് ഉണ്ടാവേണ്ടതാണ്? അത് സൂര്യപ്രകാശത്തിൽ നിന്ന് മനുഷ്യന്റെ ത്വക്കിലേക്ക് പതിച്ച് അതിൽ നിന്ന് കൂടി ഉണ്ടായി വരേണ്ട ഒരു വിറ്റാമിനാണ്. ഇപ്പൊ നമ്മൾ പല ആളുകളും ജോലി ചെയ്യുന്നത് എവിടെ ഇരുന്നാണ്? അവരവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ഒക്കെ ഒതുങ്ങിക്കൂടുകയാണ്. പ്രകൃതിയുമായി ബന്ധമില്ല. 60% ശരീരഭാഗങ്ങളിൽ എങ്കിലും ഈ സൂര്യപ്രകാശം പതിക്കണം, എങ്കിലേ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രം. ആ വിദേശ രാജ്യങ്ങളിൽ വെച്ചിരിക്കുന്ന വസ്ത്രധാരണ രീതിയൊക്കെ നമ്മൾ അവലംബിച്ചിട്ട് ഒരു അല്പം പോലും വെളിയിൽ കാണാത്ത വിധമാണ് പല ആളുകളും ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. എന്ന് വിചാരിച്ച് ഇതെല്ലാം കാണിച്ചു കൊണ്ട് നടക്കണമെന്നല്ല. ഇപ്പൊ ക്യാമറയൊക്കെ ഒരുപാടുള്ള സമയമാണ്, അങ്ങനെ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ വസ്തുതാപരമായ കാര്യം ഞാൻ പറയുകയാണ്. ലോകത്തിന്റെ ഗതി അനുസരിച്ച് പലതും നമുക്ക് മാറ്റപ്പെട്ടേ മതിയാവും. നമ്മുടേതായ സ്വതന്ത്രമായി നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങളിൽ, രഹസ്യമായി ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ആ വിധത്തിലൊക്കെ ഇരുന്ന് സൂര്യപ്രകാശം ശരീരത്തെ ഏൽപ്പിച്ചാൽ ഈ വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പൊ ഈ ക്ഷീണമൊക്കെ മാറിപ്പോകും. ഇപ്പം പുതിയ തലമുറ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്, നമ്മൾ ജോലി ചെയ്താൽ പ്രകാശത്തിൽ നിന്ന് ജോലി ചെയ്താൽ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കും തോറും വലിയ വലിയ ജോലികൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ ഇപ്പോൾ ആളില്ലാതായിരിക്കും. അതിന് നമ്മൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരേണ്ട ഗതിയാണിപ്പോ. അപ്പൊ അതൊക്കെ മാറണം. യഥാർത്ഥമായ പ്രകൃതി സ്നേഹം ഓരോരുത്തരിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞു വന്നത്, ഈ പ്രകാശത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രകാശം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ഊർജമാണ് ഈ വിറ്റമിൻ ഡി എന്ന വസ്തുവായി നമ്മൾ രൂപപ്പെടുന്നത്.
നമുക്കുണ്ടാകുന്ന ഊർജ്ജമാണ് വിറ്റമിൻ ഡി എന്ന വൈറ്റമിനായി നമ്മൾ രൂപപ്പെടുന്നത്. ആ വിധത്തിൽ അത് രൂപപ്പെടുമ്പോൾ നമുക്ക് ശക്തിയും ജീവനും ഓജസ്സും ഒക്കെ കിട്ടുകയാണ്. രൂപപ്പെടുമ്പോൾ ശക്തിയും ജീവനും ഓജസ്സും ഒക്കെ കിട്ടുകയാണ്. ഇത് ഈ പ്രകാശത്തിൽ കൂടി നമുക്കുണ്ടാകുന്നതാണ്. ഇതുപോലെ അറിവാകുന്ന ഗുരുവിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഈ അറിവ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തിക്കും. അപ്പോഴാണ് നിങ്ങൾ തത്വഗുണമുള്ളവരായി തീരുന്നത്, നിങ്ങൾ ഉത്തമന്മാരായി മാറുന്നത്, സത്തുക്കളായി മാറുന്നത്, സജ്ജനങ്ങളായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ കൂടി നമുക്ക് ആനന്ദിക്കുവാനുള്ള അവസരം ഈശ്വരൻ ഒരുക്കുകയാണ്. ഇത് വേണ്ട വിധത്തിലൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ പോലും ഈ നിയമം ഇപ്പോൾ പാലിക്കുന്നുണ്ട്. ആത്മബോധോദയ സംഘാംഗങ്ങളായി കഴിയുമ്പോ സത്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിയമപുസ്തകം കയ്യിലോട്ട് കൊടുക്കും. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചെറുകോൽ തീർത്ഥാടനം 12 വെള്ളിയാഴ്ച വ്രത സമാപനം. അപ്പൊ അതിന്റെ പോലെ അങ്ങ് എടുക്കുകയാണിത്, എല്ലാവരും അനുഷ്ഠിക്കുകയാണ്. വളരെ താല്പര്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാക്ഷാൽ ജഗദീശ്വരനാണ് ലോകത്തിലേക്ക് സ്ഥാപിച്ചതെന്നുള്ള സത്യം അധികം ആർക്കും അറിയില്ല. എന്നാൽ ഇത് കൃത്യമായി അനുഷ്ഠിച്ച് അതിന്റെ പരിശുദ്ധി ഓരോ ഹൃദയത്തിലേക്കും അന്തർഭവിക്കുമ്പോൾ കുറേശ്ശെയായി മനസ്സിലാകും, ഞാൻ കാണുന്നത് എന്റെ ഗുരുവിനെയാണ്, ഞാൻ കേൾക്കുന്നത് എന്റെ ഗുരുവിനെയാണ്, ഞാൻ അറിയുന്നത് എന്റെ ഗുരുവിനെയാണ്, ഞാൻ അനുഭവിക്കുന്നത് എന്റെ ഗുരുവിനെയാണ്. കണ്ടേ ഞാൻ എൻ ഗുരുരൂപം, എന്റെ ആത്മാവിൽ വാഴുന്ന ചൈതന്യരൂപം, ചൈതന്യരൂപം. കണ്ടേ ഞാൻ എൻ ഗുരുരൂപം, ചൈതന്യരൂപം, ചൈതന്യരൂപം. കണ്ടേ ഞാൻ ഗുരുരൂപം, കണ്ടേ ഞാൻ ഗുരുരൂപം. എന്റെ ആത്മാവിൽ വാഴുന്ന ചൈതന്യരൂപം, ചൈതന്യരൂപം. കണ്ടേ ഞാൻ ഗുരുരൂപം, കണ്ടേ എന്റെ ആത്മാവിൽ വാഴുന്ന ചൈതന്യരൂപം, ചൈതന്യരൂപം. കണ്ടേ ഞാൻ ഗുരുരൂപം. ഗുരുവിനാൽ അറിയിച്ച അറിവ് എന്നിൽ ഉദയമായി വന്നപ്പോൾ കണ്ടോരു രൂപം, കണ്ടോരു രൂപം. കണ്ടേ ഞാനൻ ഗുരുരൂപം. എന്നിൽ ഉദയമായി വന്നപ്പോൾ കണ്ടോരു രൂപം, കണ്ടോരു രൂപം.
ചൈതന്യരൂപം ചൈതന്യരൂപം കണ്ടേ ഞാൻ ഗുരുരൂപം കണ്ടേ ആ കാഴ്ച ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് കാണുവാനുള്ള വസ്തു തന്നെ തരുന്ന അറിവ് നമ്മളിൽ ഭവിക്കണം. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഗുരു അറിയിക്കുന്ന അറിവിൽ കൂടി അല്ലാതെ ഗുരുവിനെ കാണാൻ ഒരു മാർഗവും വേറെ ഇല്ല. അതാണ് കാരുണ്യവാരിധി കാണിച്ചിടാതെ ഞാൻ കാണുകയില്ലല്ലോ എന്ന് പറയുന്നതിലാണ്. കാണുവാനുള്ള കാഴ്ച തന്നിട്ടുണ്ട്, പക്ഷേ നിന്റെ മായാമോഹം കൊണ്ടത് മറഞ്ഞുപോയി. അപ്പൊ ആ മായാമറയെ മാറ്റുവാനുള്ള അറിവ് ഗുരു തന്നെ ഉപദേശിച്ച് നിന്റെ മായാമറ മാറ്റുകയാണ്. അങ്ങനെ മായാമറ മാറുമ്പോൾ അകതാലിരിക്കുന്ന ആത്മാവിന്റെ രൂപത്തെ ആത്മാവ് തന്നെ കാണുന്നു. അപ്പോൾ ആത്മചൈതന്യം കാണുന്നു, ആത്മബോധം ഉദിക്കുന്നു, അവിടെ ശുഭാനന്ദ രൂപം കാണുന്നു. അങ്ങനെയാണ് ഗുരുവിനെ കാണുന്നത്. അങ്ങനെ കാണുവാനുള്ള വഴി ഈ യഥാർത്ഥമായ ആത്മീയ വഴിയിലൂടെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ കേൾക്കാമെന്നല്ലാതെ യാതൊരു പിടിയും ആർക്കും ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഈ അറിവിനെ എത്തിക്കുവാനുള്ള വഴിയാണ് ദൈവം തന്നിരിക്കുന്ന ഈ നിയമങ്ങൾ. കാരണം ഇതിന്റെ ശക്തിയും ഇതിന്റെ പ്രകാശവും ഇതിന്റെ ഊർജവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു നിയമത്തെ രൂപപ്പെടുത്തി ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ അതെല്ലാം അനുഷ്ഠിക്കുന്നവരിലേക്ക് ഭവിക്കും. അതുകൊണ്ടാണ് 12 വെള്ളിയാഴ്ച വ്രതം കൃത്യമായി അനുഷ്ഠിക്കണമെന്ന് അറിയിക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ മായാമറ മാറുകയുള്ളൂ. സർവദോഷ ശാന്തിക്കും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി സർവശക്തി പാസാക്കി തന്ന ഈ നിയമം കൃത്യവും സത്യവുമായി അനുഷ്ഠിച്ചു കൊണ്ടുവന്ന ഏവർക്കും ആ ശാന്തിയും ആനന്ദവും ആത്മാവിൽ അനുഭവമാകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ വല്ല കുറവുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ മഹാശക്തി ക്ഷമിക്കണമേ എന്നെല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുക. എല്ലാം ക്ഷമിച്ച് മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇപ്രകാരം വളരെ സൗകര്യമായി വന്ന് തിക്കും തിരക്കും ഒന്നുമില്ലാതെ ഇങ്ങനെ കാണാനും ആരാധനയിൽ പങ്കെടുക്കാനും ഇരുപിടിക്കെട്ടുകൾ സമർപ്പിക്കാനും ആ നേർച്ചകൾ അർപ്പിക്കുവാനും സങ്കടങ്ങൾ ഉണർത്തിക്കുവാനും എല്ലാമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഇപ്പോൾ നമ്മൾ 7 ദിവസമായിട്ടാണ് തീർത്ഥാടനം നടത്തുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇരുപിടിക്കെട്ട് സമർപ്പിക്കുന്നിടത്തൊരു തെള്ള്, ആശ്രമത്തിൽ കയറുന്നിടത്തൊരു തെള്ള്, നേർച്ച പലർക്കും നേർച്ച അർപ്പിക്കാൻ പറ്റുന്നില്ല, നേരെ കാണാൻ പറ്റുന്നില്ല, എന്ന് വേണ്ട എന്തെല്ലാം സങ്കടങ്ങളുമായിട്ടാണ് തീർത്ഥാടനം കഴിഞ്ഞു പോകുന്നത്. ഇതൊന്നും വേണ്ട, എല്ലാവർക്കും കാണാം. നല്ല കൗതുകമോടെ കണ്ണിറയെ കണ്ടുകൊണ്ട് മടങ്ങിപ്പോകാം. എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാം. ഇങ്ങനെ ഓരോന്നും കരുതി ഈശ്വരൻ നടത്തിക്കുമ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഇതെല്ലാം അങ്ങ് പ്രവർത്തിച്ചാൽ മതി, എല്ലാ ആനന്ദവും നമുക്ക് ലഭിക്കും. ഈ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് കൂട്ടം കൂടി നിൽക്കുന്നതല്ല ഈ ഒത്തൊരുമ എന്ന് പറയുന്നത്. അറിവ് കൊണ്ട് മനസ്സുകൾ ഏകോപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിവിധ പ്രദേശത്ത് വിവിധ മാതാപിതാക്കൾക്ക് ജന്മമെടുത്ത് വിവിധ ആചാര സമ്പ്രദായങ്ങളിൽ കൂടി ജീവിതം ചെയ്ത് പലവിധ ദുഃഖിതരായി ലോകത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. നിങ്ങളെല്ലാം ഇവിടെ ഏകോപിപ്പിച്ചിരിക്കുന്നത് ഒരേ ഒരു അറിവിലാണ്. ആ അറിവിൽ കൂടി നിങ്ങൾ ജീവിതം ചെയ്യുമ്പോഴാണ് ഒത്തൊരുമ എന്ന ആ പദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അറിവുകേടാണ്
ഇരിക്കുന്നതെങ്കിൽ അവിടെ ഒരുമ ഉണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? ഈ അറിവിൽ കൂടി നിന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ സ്തുതിച്ചും തമ്മിൽ തമ്മിൽ നമിച്ചും തമ്മിൽ തമ്മിൽ ഗുരുവില്ലാതാരിലും അറിവില്ലെന്നറിയുക. ഗുരുവില്ലാതാരിലും അറിവില്ലെന്നറിയുക. അറിവായ ഗുരുവല്ലോ ജന്മമെടുത്തിടുന്നു. ഓ ജന്മിയായ ഗുരുവേ, ജന്മം തന്ന ഗുരുവേ, ജന്മിയായ ഗുരുവേ, ജന്മിയായ ഗുരുവേ, ജന്മം തന്ന ഗുരുവേ, ജന്മിയായ ജന്മഭാവം തീർക്കുവാനല്ലാതില്ലാരുമേ. ജന്മിയായ ഗുരുവേ, ജന്മം തന്ന ഗുരുവേ, ജന്മിയായ ഗുരുവേ, ജന്മം തന്ന ഗുരുവേ, കർമ്മദോഷം തീർക്കുവാൻ അങ്ങല്ലാതില്ലാരുമേ. ജന്മിയായ ഗുരുവേ, ജന്മം തന്ന ഗുരുവേ, ജന്മിയായ ഗുരുവേ, ജീവനാശം തീർക്കുവാൻ അങ്ങല്ലാതില്ലാരുമേ. ജന്മിയായ ഗുരുവേ, ജന്മം തന്ന ഗുരുവേ, ജീവനാശം തീർക്കുവാൻ അങ്ങല്ലാതില്ലാരുമേ. ഇങ്ങനെ ജന്മഭാവവും കർമ്മദോഷവും ജീവനാശവും തീർക്കാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, ഒത്തൊരുമയോടെ ജീവിക്കുക. എങ്ങനെ ജീവിക്കണം? അറിവിൽ കൂടി ഏകോപിക്കണം. പരമാത്മാ ജീവാത്മാവ് അറിവായോരനുരാഗം. അത് താനാണ് ഉള്ളത്തിൽ അറിവായി വരണം. അങ്ങനെ അറിവായി വരുവാൻ ഏകോപിച്ചു നിന്നുകൊണ്ട് ഈ ആത്മബോധോദയ സംഘത്തിലെ അംഗങ്ങളായി ജീവിതം ചെയ്യുവാൻ എല്ലാവരും ഒരുക്കപ്പെടണം. ജന്മഭാവം എന്താണെന്നറിയുമോ? കർമ്മദോഷം എന്താണെന്നറിയുമോ? ജീവനാശം എന്താണെന്നറിയുമോ? ഇതൊക്കെ കൃത്യമായി നിങ്ങൾ ബോധ്യപ്പെട്ടാൽ ഇതിന് പരിഹാരം വേണമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. നിങ്ങൾക്ക് ആവശ്യബോധമുണ്ടാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായും ഈ സത്യത്തിൽ കൂടി ജീവിതം ചെയ്യും. ജന്മം എന്തിനാണെന്ന് അറിയാത്തതാണ് ജന്മപാപം. മനുഷ്യജന്മം തന്നത് എന്തിനാണ്? അത് വളരെ കൃത്യമായി അനേകം കീർത്തനങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ഈ ജന്മപാപം എന്താണെന്ന് തിരിച്ചറിവുണ്ടാകും. ജന്മപാപം മാറ്റാൻ എന്താണ് വഴി? ജന്മാന്തര ജ്ഞാനം കേൾക്കുന്ന മർത്യന്റെ ജന്മപാപം പാടെ മാറിപ്പോകും. ജന്മാന്തര ജ്ഞാനം കേൾക്കുന്ന ഇപ്പൊ ജന്മപാപം മാറാൻ എന്താണ് വഴി? ജന്മാന്തരജ്ഞാനം കേൾക്കണം. നിങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം ജന്മാന്തരജ്ഞാനം കേട്ടവരാണോ? കേൾക്കാത്തവരൊന്ന് കൈവക്കിയേ. ഏറ്റവും വേഗത്തിൽ നിങ്ങൾ ജന്മാന്തരജ്ഞാനം പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജന്മപാപം മാറുകയുള്ളൂ. ആ ജന്മാന്തരജ്ഞാനം പഠിച്ച് അതിന്റെ വിശദീകരണവും മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ വന്നത് എന്തിനാണെന്നും ചെയ്യേണ്ടത് എന്താണെന്നുള്ള ബോധ്യമുണ്ടാകും. ഇപ്പൊ ജന്മപാപം മാറുമ്പോൾ കർമ്മദോഷവും മാറും. കാരണം ജന്മം എന്തിനെന്നറിഞ്ഞാൽ പിന്നെ ദുഷ്കർമ്മം ചെയ്യാൻ തോന്നുകയില്ല. ഉള്ള സമയം
സമയം കൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ മാത്രമേ ഒരുങ്ങുകയുള്ളൂ. ഉള്ള സമയം കൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ മാത്രമേ ഒരുങ്ങുകയുള്ളൂ. അപ്പോൾ ജന്മം എന്തിനെന്ന് തിരിച്ചറിയുവാൻ, ജന്മാന്തര ജ്ഞാനം ആ ആത്മലോകത്തിന് ദാനം ചെയ്യുവാനാണ് ആര് വന്നത്? ജന്മാന്തര ജ്ഞാനം നൽകാൻ. ഓ ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മഭാവം കർമ്മദോഷം തീർത്തു രക്ഷിപ്പാൻ. ജീവനാഥനെ എന്റെ ആത്മജീവനെ, ജീവനാഥനെ എന്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോനെ. ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മപാപ കർമ്മദോഷം തീർത്തു രക്ഷിപ്പാൻ. ജീവനാഥനെ എന്റെ ആത്മജീവനെ, ജീവനാഥനെ എന്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോരേ. നമുക്ക് പാപമറ്റവരായി പരിശുദ്ധരായി ആ ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർന്ന് പരമാത്മാവോടൊത്ത് ആനന്ദമായി ലോകത്ത് ജീവിതം ചെയ്യുവാൻ പരമാത്മാവ് തന്നെ അവതരിപ്പിച്ചു തന്ന ഈ നിയമങ്ങളെ കൃത്യവും സത്യവുമായിട്ട് അനുഷ്ഠിക്കുക. കൂടുതൽ കൂടുതൽ ഒരുക്കങ്ങളോടെ അനുഷ്ഠിക്കുക. ഇതിനേക്കാൾ ഉപരിയായി അടുത്ത തവണ ആർത്തിയോടുകൂടി വേണം നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുവാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന് പോലും അനേകം പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്. കാരണം എന്റെ കുഞ്ഞ് വീണ്ടും നന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തിരുവുള്ളത്തിൽ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ ആ അനേകം ദൂതന്മാരെ നിങ്ങൾക്ക് സുരക്ഷയ്ക്കായിട്ട് അയച്ചു തരും. അത് നിങ്ങളുടെ ജീവിത സൗഭാഗ്യത്തിന് വഴിയൊരുക്കും. ആ പാലം കിടക്കോളം നാരായണ, പാലം കിടക്കുമ്പോ പൂരായണ എന്ന് പറയുന്ന പോലെ അല്ല. ആ ഒരു ആടുന്ന ഒരു പാലത്തിന്റെ ഇങ്ങേക്കരയ്ക്ക് ഒരാൾ വന്ന് നിൽക്കുകയാണ്. കേറിയാൽ പാലം പൊട്ടി താഴെ പോകുമെന്നൊരു സംശയം. ആ പണ്ട് കാലത്ത് ഈ തടി കൊണ്ടും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് പാലം പണിതിരുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ ആട്ടമൊക്കെ കാണും. നമ്മൾ ആദ്യത്തെ കാലം കൊണ്ട് എടുത്തു നോക്കാം, ഇങ്ങനൊരു സൗണ്ട് കേൾക്കും. അപ്പൊ ഉള്ളിലൊരു കാളലാണ്, ദൈവമേ ഇത് മറിഞ്ഞ് താഴെ വെള്ളത്തിൽ പോകുമോ? അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് നാരായണ 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 എന്ന് വിളിക്കും. കാരണം താഴെ വീഴാതെ അങ്ങേ തലക്കിൽ എത്തണം, അതാണ് ഉദ്ദേശം. അപ്പൊ ഒരു പരുവത്തിന് അതിന്റെ അറ്റത്തൊക്കെ പിടിച്ച് കമന്ന് കിടന്നു നോക്കി അങ്ങ് അപ്പുറത്തെത്തി. അപ്പൊ പിന്നെ പൂരായണ എന്താ നാരായണൻ എന്തോ ആയി? അതാണോ നമ്മുടെ ഭക്തന്മാർ ചെയ്യേണ്ടത്? അല്ല, അറിഞ്ഞറിഞ്ഞാരാധിപ്പാൻ കഴിവുണ്ടെങ്കിൽ ഒരിക്കലും നിന്ദിക്കുവാൻ സാധ്യമല്ലല്ലോ. അറിവുള്ളവർക്ക് ആരെയും നിന്ദിക്കാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ ദൈവത്തെ നിന്ദിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പൊ നമ്മൾ തീരുമാനമെടുക്കണം. ഈ പ്രാവശ്യം എടുത്തതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായി, കുറച്ചുകൂടി പരിശുദ്ധിയോടുകൂടി അടുത്ത തവണ 12 വെള്ളിയാഴ്ച വ്രതം എടുത്തുകൊണ്ട് എന്റെ ഗുരുവിനെ കാണാൻ എനിക്ക് വരണം. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ?
സത്യമായിട്ടുമാണ്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഇങ്ങനെ സാധാരണ ആരും പ്രാർത്ഥിക്കുന്നതല്ല. നമ്മളിങ്ങനെ പൊതുവെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത തവണ ഇതിനേക്കാൾ ഉപരിയായി നടത്തിത്തരണേ എന്ന് പറയുമെന്നല്ലാതെ കൂടുതൽ വ്രതശുദ്ധിയോടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറവാണ്. പലരും ഇതിന്റെ ഇടയ്ക്കൊക്കെ പല പോരായ്മകളും വരുത്തി അതിന് പ്രായച്ചിത്തമൊക്കെ ചെയ്തിട്ടാണ് ഇരുമുടിക്കെട്ട് എടുത്തിരിക്കുന്നത്. അതതിന്റെ ശരിയായ നടപടിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റ് വരുത്താൻ പാടില്ല. ഉന്നതനാകുന്ന ഗുരു അറിയിച്ചിരിക്കുന്ന അറിവാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊരു അപാകത വരുത്താൻ ഒരു വിധത്തിലും ആർക്കും സാധിക്കില്ല. കാരണം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ആർക്കും നിശ്ചയിക്കാനാവാത്ത വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് അരുതരുതേ, പാപം ചെയ്യരുതേ, നിന്റെ അന്തരാത്മാവിൽ ഗുരുണ്ട്. അരുതരുതേ, എല്ലാവരും ആ വിധത്തിൽ പ്രാർത്ഥിക്കുക. ഉന്നതനാകുന്ന ദൈവത്തിന്റെ അറിവ് എന്റെ ആത്മാവിന്റെ രൂപമായി കാണുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അതിന് തക്കവിധം നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും എല്ലാം ജഗദീശ്വരൻ നീട്ടിത്തരും, അഥവാ വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ വർദ്ധിപ്പിച്ചു കിട്ടുന്ന ആരോഗ്യത്തെ മറ്റൊരു കാര്യത്തിന് വേണ്ടി പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നല്ല, അനാവശ്യമായ നടപടി ദോഷങ്ങളിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. മനസാ വാചാ കർമ്മണ പരിശുദ്ധരായിടേണം. മനസാ മനസാ വാചാ കർമ്മണ പരിശുദ്ധരായിടേണം. പരമാത്മാ തിരുവിഷ്ടം അനുദിനം ചെയ്തിടേണം. പരമാത്മാ തിരുവിഷ്ടം അനുദിനം ചെയ്തിടേണം. കൂടുതൽ സമയം നിങ്ങളോട് സംസാരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം വർഷത്തിൽ ഒരിക്കൽ വന്ന് എന്നെ കാണുന്ന അനേകം മുഖങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളിലൊക്കെയാണ് വന്നതെങ്കിലും അതിനൊക്കെ ചില ചില കരാറുകൾ ഉണ്ടാവും. ഇത്ര മണിക്ക് തിരിച്ചെത്തിച്ചേക്കാം, എത്ര മണിക്ക് തിരിച്ചു വരും. ഇങ്ങനൊക്കെ നമ്മുടെ ഭക്തന്മാർ പറയുന്ന വാക്കിനും അതിൻ്റെതായ ഒരു വില ഉണ്ടാവണമല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയമെടുത്ത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. എങ്കിലും ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളിലേക്ക് ഈശ്വരനാകുന്ന ആ സർവശക്തി അറിയിച്ച അറിവുകൾ നിങ്ങളിൽ നിന്ന് മങ്ങാതെയും മറയാതെയും ഇരിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നും ഈ അറിവിൽ കൂടി ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും വന്ന് കാണുന്ന സമയം വരെ ഈ ആനന്ദത്തിന് ഒരു കുറവും കൂടാതെ മഹാശക്തി കരുതട്ടെ. ആയുസ്സും ആരോഗ്യവും എല്ലാം ജഗദീശ്വരൻ ദാനം ചെയ്യട്ടെ. അതിനാകുന്ന ദൈവം ലോകത്തിൽ നിയമിച്ച നിയമങ്ങളൊക്കെയും എന്റെ ആവശ്യത്തിനാണെന്ന് ഓരോരുത്തരും തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും വേണം. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് അത് കൂടുതൽ മേന്മയോടെ ശുദ്ധിയോടെ അനുഷ്ഠിക്കാൻ കഴിയുന്നത്. അങ്ങനെ അനുഷ്ഠിക്കുവാനുള്ള മനഃശക്തി ഈശ്വരൻ നിങ്ങൾക്കെല്ലാം ദാനം ചെയ്യട്ടെ. അതിൽ കൂടി ഉന്നതമായ
മഹാഭാഗ്യവീശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. ഈ തീർത്ഥാടന മഹാമഹം ഇതിന്റെ സമാപന സമയം വരെയും ദൈവവും ദൈവദൂതന്മാരും എഴുന്നള്ളി നിന്നുകൊണ്ട് ആനന്ദമായി നടത്തട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച് ഓടിയെത്തിയ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് എനിക്കറിയാം. ആ മഹാഗോപുരം ഒരു നോക്ക് കാണാൻ കഴിയും എന്ന വിശ്വാസത്തിൽ വന്ന പല ആളുകളും ഉണ്ട്. എന്നാൽ ഇപ്പോൾ അതിന്റെ പണി പരിപൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് തൽക്കാലം അത് അടച്ചു വെച്ചിരിക്കുകയാണ്. എത്രയും വേഗം അത് പൂർത്തീകരിച്ച് കാണുവാൻ മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ തവണയും വരുമ്പോൾ മഹാഗോപുരത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്യുന്ന, നേർച്ചകൾ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. അതെല്ലാം ഞാനിതാ എന്റെ കയ്യിലേക്ക് സ്വീകരിക്കുകയാണ്. ഹൃദയത്തിൽ ഞാൻ എഴുതി ചേർക്കുകയാണ്. കാരണം എന്റെ ഹൃദയശാസ്ത്രമാണ് അവിടെ പ്രകാശിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രകാശിപ്പിക്കുവാനാണ് ആത്മദീപത്തെ ദത്തെടുത്ത് നിലനിർത്തിയിരിക്കുന്നത്. ആയുസ്സോടെയും ആരോഗ്യത്തോടെയും സർവശക്തി നിലനിർത്തുമാറാകട്ടെ. ഏറ്റവും വേഗത്തിൽ ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കർമ്മികളെയും എപ്പോഴും ജഗദീശ്വരന്റെ തൃക്കരങ്ങൾ കരുതി സൂക്ഷിക്കട്ടെ. എല്ലാം ഉന്നതമായി ജഗദീശ്വരൻ നടത്തട്ടെ. ഈ ആരാധന സമർപ്പിച്ചിട്ട് ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഇരുപിടിക്കെട്ടുകൾ അഴിച്ച് അതിന്റെ വിഭവങ്ങളൊക്കെ വേർതിരിച്ച് സൂക്ഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൽ നിന്ന് പ്രസാദമായി നിങ്ങൾക്ക് നൽകുവാനുള്ളതൊക്കെ ഇപ്പോൾ തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അത് അത്യാവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കൊണ്ട് പോകാം. എല്ലാ വിധത്തിലും സന്തോഷമായി സർവകർമ്മങ്ങളും നടത്തുവാനും നിങ്ങൾക്കെല്ലാം അത് ആനന്ദമായി ഭവിക്കുവാനും സർവശക്തി പ്രത്യക്ഷമായി ഇവിടെ നിറഞ്ഞു വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥൻ മാറ്റി തന്നല്ലോ. മർത്യജന്മമാസകലം സന്തോഷമായി ജീവിക്കുവാൻ താൻ കരുതിയല്ലോ. ഓ ത്യാഗമേറ്റം സഹിച്ചല്ലോ, കഷ്ടതകൾ സഹിച്ചല്ലോ. ത്യാഗമേറ്റം സഹിച്ചല്ലോ, സന്തോഷമായി ജീവിച്ചിടുവാൻ ആരൊന്നുമില്ലാത്തൊരു നാളിൽ എല്ലാം വരും
ഭക്തിയോടെ നമിക്കുന്നു, നന്ദിയോടെ നന്ദിയോടെ അനുഭവിപ്പാൻ